പിടിക്കപ്പെട്ട കപ്പലിന്റെ അടിത്തട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കടലിൽ കാണാതായ 4 പേർക്ക് വേണ്ടി കൂടിയുള്ള മുങ്ങൽ വിദഗ്ധരുടെ തിരച്ചിലിന്റെ ദൃശ്യങ്ങൾ. എന്നാൽ ഇവരെക്കുറിച്ച് ഇതുവരെയും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. തീ പടർന്നു പിടിച്ച കണ്ടെയ്നറുകളുമായി വാൻഹായ് നിയന്ത്രണമില്ലാതെ തെക്ക് ദിശയിലേക്ക് ഒഴുകുകയാണ്. അപകടം നടന്നിടത്ത് നിന്ന് 2 കിലോമീറ്ററിലധികം കപ്പൽ ഒഴുകി മാറിക്കഴിഞ്ഞു. എന്താണ് പുറം കടലിലെ അവസ്ഥയെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. മുൻവശത്തെ 2 ബേകളിലാണ് ആദ്യം തീ പടർന്നതെങ്കിൽ ഇപ്പോൾ കപ്പലിന്റെ മുകൾ ഭാഗം മുഴുവനായി തീ വിഴുങ്ങിക്കഴിഞ്ഞു. വലിയ ദുരന്തം മുന്നിൽ കണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഇതിന്റെ പരമാവധി അടുത്തേക്കെത്തി തീയണയ്ക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്. ഡോർണിയർ വിമാനങ്ങൾ ആകാശ നിരീക്ഷണവും നടത്തുന്നുണ്ട്. സഹായത്തിന് നാവികസേന കപ്പലും എത്തിയിട്ടുണ്ട്. ഇന്ധന ടാങ്കിന് അടുത്താണ് തീ പടരുന്നതെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 2000 ടൺ ഇന്ധനവും 240 ടൺ ഡീസലും സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് തീ പടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ ഷിപ്പിലോട്ട് എടുക്കാനോ അല്ലെങ്കിൽ ക്രൂവിനെ രക്ഷപ്പെടുത്താൻ സമയത്ത് ഈ ഷിപ്പ് മുമ്പോട്ട് പോകുന്ന സമയത്ത് കണ്ടെയ്നേഴ്സൊക്കെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കണ്ടെയ്നേഴ്സ് സ്റ്റീൽ അയൺ കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കണ്ടെയ്നേഴ്സ് ഷിപ്പിൻ്റെ പ്രൊപ്പല്ലറിൽ അടിച്ച് ഈ ഷിപ്പിനും ഈ പോകുന്ന ഷിപ്പിനും അതൊരു നല്ല സ്റ്റേറ്റ് അല്ല, ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് അവർ കോംപ്ലക്സ് മെനുവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ചെയ്യുന്ന ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് വിച്ച് ഷിപ്സ്. മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് ഈ അപകടം ഉണ്ടാക്കാൻ പോകുന്നത് കണക്കാക്കാനാവാത്ത നഷ്ടമായിരിക്കും. കഴിഞ്ഞ പകലും രാത്രിയും ഇന്നും എല്ലാ അപകട സാധ്യതകളും മുന്നിൽ കണ്ട് കോസ്റ്റ് ഗാർഡ് കഴിയുന്നതെല്ലാം ചെയ്യുകയാണ്. കപ്പലിൽ നിന്ന് ഒഴുകി വരുന്ന ചരക്കുകൾ നീക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി കപ്പൽ കമ്പനി ഈ രംഗത്ത് വിദഗ്ധരായ വിദേശ കമ്പനികളുമായും ചർച്ചകൾ നടത്തുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.